Planning of plant layout. We already discussed about what is plant layout. Plant layout is the physical arrangements of machines, equipments and other industrial facilities on the floor of the factory in such a manner that they may be handled efficiently and effectively. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എങ്ങനെയാണ് മെഷീൻസ് അറേഞ്ച് ചെയ്യേണ്ടത്, ഏതെല്ലാം ഏരിയസിലാണ് മെഷീൻസ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ പ്ലാന്റ് ലേഔട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാന്റ് ലേഔട്ട്, ദെൻ ടൈപ്സ് ഓഫ് പ്ലാന്റ് ലേഔട്ട്, ദെൻ അതിന് വരുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ്, പ്ലാന്റ് ലേഔട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലാനിങ് ഓഫ് പ്ലാന്റ് ലേഔട്ട്. എ നമ്പർ ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ലേഔട്ട് ആർ ടു ബി യൂസ്ഡ് ടു പ്ലാൻ ദ പ്ലാന്റ് ലേഔട്ട്. These are determination of the objectives, compilation of data, formulation of overall plans, arrangements of templates, service activities, specification of building, preparation of layout drawings. The first one is the determination of the objectives. അപ്പോൾ പ്ലാന്റ് ലേഔട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. മീൻസ് എത്ര കപ്പാസിറ്റി, എത്ര ക്വാണ്ടിറ്റി ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും, അതേപോലെ ഫ്യൂച്ചറിൽ നമ്മൾ ഈ പ്ലാന്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, ഫ്യൂച്ചറിൽ നമ്മൾക്ക് എക്സ്പാൻഷൻ പ്രോജക്റ്റുകൾ നമ്മുടെ മുന്നിലുണ്ടോ എന്നതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഒബ്ജക്റ്റീവ്സ്, പ്ലാന്റ് ലേഔട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് വൺ കോമ്പിനേഷൻ ഓഫ് ഡാറ്റ. നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കളക്ഷൻ ആൻഡ് കോമ്പിനേഷൻസ് എന്നാണ് പറയുന്നത്. മീൻസ് നമുക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാണ്, ഈ ഡാറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് കോമ്പിനേഷൻ ഓഫ് ഡാറ്റ എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓപ്പറേഷൻസ് പ്രോസസ് ചാർട്ടുകൾ, മെഷീൻ ഡാറ്റ കാർഡുകൾ, ടെംപ്ലേറ്റ്സുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാം, നമ്മുടെ പ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡ്ലിങ്, അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ലേഔട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. മൂന്നാമത്തത് ഫോർമുലേഷൻ ഓഫ് ഓവറോൾ പ്ലാൻസ്. നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ദെൻ നമ്മുടെ കോമ്പിനേഷൻ ഓഫ് ഡാറ്റ സെറ്റ് ചെയ്തു, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ പ്ലാന്റ് മോഡൽസ് ഓർ പ്ലാന്റ് മോഡൽസ് അത് നമ്മൾ റെഡിയാക്കിയിട്ട് നമ്മുടെ ഓവറോൾ പ്ലാനെ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോർമുലേഷൻ ഓഫ് ഓവറോൾ പ്ലാൻ എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. അപ്പം ഓവറോൾ പ്ലാൻ്റെ ഭാഗമായിട്ട് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം, അറേഞ്ച്മെൻറ്റ് സർവീസ് ആക്ടിവിറ്റീസ് മീൻസ് സർവീസ് ഏരിയാസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണം, അതേപോലെ തന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും ബിൽഡിംഗ് എങ്ങനെയാണ് നമ്മുടെ പ്ലാനിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോർമുലേഷൻ ഓഫ് ഓവറോൾ പ്ലാനിലായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്ലോർ പ്ലാനുകൾ ഫിക്സ് ചെയ്യും, അതേപോലെ തന്നെ ഫ്ലോർ പ്ലാനുകളിൽ മെഷീൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, മീൻസ് ലൈൻ ബേസിസിലാണോ അല്ലെങ്കിൽ ഫങ്ഷണൽ ബേസിസിലാണോ, എങ്ങനെയാണ് മെഷീൻ അറേഞ്ച് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ ഫോർമുലേഷൻ ഓഫ് ഓവറോൾ പ്ലാൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ടെംപ്ലേറ്റ്സ്. നമ്മൾ ഓവറോൾ പ്ലാൻ സെറ്റ് ചെയ്തു, ദെൻ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്ലാന്റ് വർക്കിംഗ് ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മളുടെ മെഷീൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്ന് നമ്മളൊരു മോഡലിലൂടെ റെപ്രസെൻറ്റേഷനിലൂടെ കാണിക്കുന്നതാണ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. പാറ്റേൺ റെപ്രസെൻറ്റിംഗ് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് മേ ദെൻ ബി അറേഞ്ച്ഡ് ഇൻ ദ ഫ്ലോർ പ്ലാൻ അക്കോർഡിംഗ് ടു ദ സീക്വൻസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഓപ്പറേഷൻ പ്രോസസ് ചാർട്ട്. നമ്മൾ പ്ലാന്റ് ലേഔട്ടിലെ മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ പ്ലാനിൽ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ ഫങ്ഷൻസ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയായിരിക്കും ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് സർവീസ് ആക്ടിവിറ്റീസ്. By considering the facilities of manufacturing process and the convenience of workers, the location of service activity is decided. നമ്മൾ പ്ലാന്റ് ലേഔട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ എങ്ങനെയുള്ള വർക്കേഴ്സാണ് നമ്മുടെ ഫേമിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വർക്കേഴ്സിന് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് അവരുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം നമ്മൾ ലൊക്കേഷൻ ഓഫ് സർവീസ് ആക്ടിവിറ്റീസ് ഡിസൈഡ് ചെയ്യേണ്ടത്. ദിസ് വിൽ ഇൻക്ലൂഡ് ഡിസിഷൻസ് റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം, ദ ലൊക്കേഷൻ ഓഫ് ഷിപ്പിംഗ് ആൻഡ് receiving areas and the maintenance of shop, power plant, offices and employees facilities etc. അതുകൊണ്ട് തന്നെ സർവീസ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എംപ്ലോയീസിൻ്റെ കൺവീനിയൻസും അതേപോലെ തന്നെ മെറ്റീരിയൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി സെറ്റ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ പ്രോപ്പറായിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ എവിടെയായിരിക്കണം നമ്മൾ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യേണ്ടത്, അതേപോലെ സർവീസിങ് ഏരിയാസ് മീൻസ് ഷിപ്പിങ്ങിൻ്റെയും അതേപോലെ തന്നെ പ്രോഡക്റ്റ് റിസീവ് ചെയ്യേണ്ട ഏരിയാസ് എവിടെയായിരിക്കണം, മെയിൻ്റനൻസ് ഷോപ്പുകൾ മീൻസ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഏതൊരു ഭാഗത്ത് വെച്ചിട്ടായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പവർ പ്ലാന്റ് എവിടെയായിരിക്കണം, ദെൻ നമ്മുടെ ഓഫീസ് ആൻഡ് എംപ്ലോയി ഫെസിലിറ്റീസ് എംപ്ലോയീസിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഏതെല്ലാം ഏരിയസിലേക്കാണ് ഒരുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കണം. ദെൻ സ്പെസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സ്പെസിഫൈ ദ ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സ് ഇൻ റെസ്പെക്ട്സ് ഓഫ് ഫ്ലോർ സ്പേസ്. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സ് മീൻസ് എത്ര ഫ്ലോർ സ്പേസ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ ഫ്ലോറിൻ്റെ ലോഡ് കപ്പാസിറ്റി എന്തൊക്കെയാണ്, സീലിങ്ങിൻ്റെ ഹൈറ്റ് എന്തായിരിക്കണം, അതേപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് പാർട്ടീഷൻസ് ബിൽഡിംഗ് എവിടെ തൊട്ടാണ് പാർട്ടീഷൻ ചെയ്തിട്ട് പോവേണ്ടത്, എത്രമാത്രം പാർട്ടീഷൻസ് ചെയ്തിരിക്കണം, അതേപോലെ തന്നെ സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് നമ്മുടെ പ്ലാന്റ് ഓർ ബിൽഡിംഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡോർ എവിടെയായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ വിൻഡോസ് എവിടെയായിരിക്കണം, എത്രമാത്രം വലിയ ബിൽഡിംഗ് ഫെസിലിറ്റീസാണ് ഓരോ മെഷീൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് സ്പെസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ലേ ഔട്ട് ഡ്രോയിങ്സ്. ദെൻ പ്ലാന്റ് ലേ ഔട്ടിൻ്റെ ഫൈനൽ സ്റ്റേജസ് ആണ് ലേ ഔട്ടിൻ്റെ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാം. ദ എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് ഡ്രോയിങ്സ് ഓഫ് ദ ലേ ഔട്ട് ആൻഡ് സപ്പോർട്ടിംഗ് ചാർട്ട്സ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ലേ ഔട്ട് ഡ്രോയിങ്സ് ചെയ്യേണ്ടത് എഞ്ചിനീയേഴ്സാണ്. അവർ സപ്പോർട്ടിംഗ് ചാർട്ട്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ പ്ലാന്റിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് മീൻസ് ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കണം എന്നെല്ലാം ലേ ഔട്ട് ഡ്രോയിങ്സിലായിരിക്കും കാണിക്കുന്നത്. ദേ സബ്മിറ്റ് ദീസ് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഡ്രോയിങ്സ് എല്ലാം റെഡിയാക്കിയതിനു ശേഷം നമ്മുടെ എഞ്ചിനീയേഴ്സ് അത് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ആഫ്റ്റർ റിക്വയറിംഗ് ബിൽഡിംഗ് ലേ ഔട്ട് ടെസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഈസ് ഡൺ. നമുക്ക് മെഷീൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്, നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് പക്ക നമ്മളുടെ മീൻസ് പ്രൊഡക്ഷൻ യൂണിറ്റ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ദെൻ നമുക്ക് ട്രയൽ റണ്ണായിട്ടൊരു ടെസ്റ്റ് റണ്ണായിട്ടൊരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മൾ പിന്നീട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്ലാനിങ് ഓഫ് പ്ലാന്റ് ലേ ഔട്ടാണ്. പ്ലാനിങ് ഓഫ് പ്ലാന്റ് ലേ ഔട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയിരിക്കണം. ദെൻ റിലവൻ്റ് ആയിരിക്കുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പിനേഷൻ ഓഫ് ഡാറ്റ നോക്കണം. ദെൻ ഫേമിൻ്റെ ഫോർമുലേഷൻ ഓഫ് ഓവറോൾ പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് പ്ലാൻ എല്ലാം വരച്ചതിന് ശേഷം മെഷീൻസ് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ദെൻ സർവീസ് ആക്ടിവിറ്റീസ് മീൻസ് എംപ്ലോയീസിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് മെഷീൻസ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ മെഷീൻസ് അറേഞ്ച് ചെയ്തേണ്ടത്. ദെൻ ബിൽഡിങ്ങിന് വേണ്ട സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റീസാണ് വേണ്ടത്, എന്തെല്ലാം ക്രൈറ്റീരിയയുടെ ബേസിലാണ് ബിൽഡിംഗ് ഫിക്സ് ചെയ്യേണ്ടത്. ദെൻ ലേ ഔട്ട് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് എഞ്ചിനീയേഴ്സ് ലേ ഔട്ട് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്ത് മാനേജ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. ദെൻ മാനേജ്മെൻറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ട്രയൽ റണ്ണുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇത്രയും ആണ് പ്ലാനിങ് ഓഫ് പ്ലാന്റ് ലേ ഔട്ടിൻ്റെ ഭാഗമായിട്ട് ഓരോ ബിസിനസ് യൂണിറ്റുകളും ചെയ്യേണ്ട കാര്യങ്ങൾ. ദെൻ ദ നെക്സ്റ്റ് ഏരിയ ഇസ് ദാറ്റ് ടെക്നിക്സ് ഓഫ് പ്ലാന്റ് ലേ ഔട്ട്. നമ്മൾ പ്ലാന്റ് ലേ ഔട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളാണ് പ്രോസസ് ഓഫ് ഫ്ലോ ചാർട്ട്, പ്രോസസ് ഫ്ലോ ഡയഗ്രാം, മെഷീൻ ഡാറ്റ കാർഡ്സ്, dimensional templates and scale models. The first one is that process flow chart. A process flow chart sets out the sequence of flow of a product or procedures by recording all events under review. നമ്മൾ പ്രോസസ് ഫ്ലോ ചാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്ലോ ഓഫ് പ്രൊഡക്റ്റ് ഏത് ഏരിയയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ്, അത് എന്ത് ചെയ്യണം ഒറ്റ ഇവൻ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് പ്രോസസ് ഫ്ലോ ചാർട്ട് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം റോ മെറ്റീരിയൽ എവിടെ ആയിരിക്കണം, അതിൽ നിന്ന് എവിടേക്കാണ് പോകേണ്ടത്, ദെൻ നെക്സ്റ്റ് എന്താണ് എന്ത് ചെയ്യണം പ്രോപ്പർ ഓർഡർലി അറേഞ്ച് ചെയ്യുന്നതാണ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഇറ്റ് ഈസ് എ ഗ്രാഫിക് സമ്മറി മീൻസ് പിക്ചോറിയൽ സമ്മറി. നമ്മുടെ പ്രോസസ്സിങ് എങ്ങനെയായിരിക്കും, ഏതെല്ലാം ഏരിയാസിലൂടെ ആയിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. ദ സ്റ്റഡി ഓഫ് ദിസ് ചാർട്ട് റിവീൽസ് ദ ഓപ്പറേഷൻസ് ക്യാൻ ബി എലിമിനേറ്റഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചാർട്ട് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് മീൻസ് ഒരുപാട് എലിമിനേറ്റഡ് റീഅറേഞ്ച്മെൻറ്റ് ഓർ സിംപ്ലിഫൈഡ് ടു അച്ചീവ് എക്കണോമി ഇൻ പ്രൊഡക്ഷൻസ്. നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കാണിക്കാനുള്ളത് കൂടിയായിരിക്കും പ്രോസസ് ഫ്ലോ ചാർട്ട്. ദീസ് ചാർട്ട് വിൽ ഓൾസോ ഐഡൻറ്റിഫൈ ഇൻഫ്ലെക്സിബിൾ പ്രോസസ് വിച്ച് കനോട്ട് ബി അഡാപ്റ്റഡ് ടു ദ ഔട്ട്പുട്ട് റീഡിസൈൻ മോഡൽസ് ഓർ റിലേറ്റഡ് ഔട്ട്പുട്ട്സ്. അപ്പോൾ പ്രോസസ് ചാർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലെക്സിബിൾ ആയിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരിക്കലും
അഡാപ്റ്റ് ചെയ്യാൻ മീൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു അവസരമായിരിക്കും പ്രോസസ് ഫ്ലോ ചാർട്ടിലൂടെ ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, പ്രോസസ് ഫ്ലോ ഡയഗ്രാം. The diagram is both a supplement and substitute for പ്രോസസ് ഫ്ലോ ചാർട്ട്. നമ്മുടെ പ്രോസസ് ഫ്ലോ ചാർട്ടിനെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന മീൻസ് അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകം അല്ലെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാവുന്നത് മാത്രമാണ് പ്രോസസ് ഫ്ലോ ഡയഗ്രാംസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രേസിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ എ ഫ്ലോർ പ്ലാൻ ഓർ ലേഔട്ട് ഡ്രോയിങ്സ്. അപ്പോൾ പ്രോസസ് ഫ്ലോ ഡയഗ്രത്തിലൂടെ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ഏതെല്ലാം ഏരിയസിലൂടെയാണ് നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നതായിരിക്കും പ്രോസസ് ഫ്ലോ ഡയഗ്രത്തിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എ ഡയഗ്രം മേ ബി ഡ്രോൺ ടു സ്കെയിൽ ഓൺ ദ ഒറിജിനൽ ഫ്ലോർ പ്ലാൻ ടു ഷോ ദ മൂവ്മെൻറ്റ് ഓഫ് വർക്ക്. അതുകൊണ്ട് തന്നെ ഡയഗ്രത്തിൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ മൂവ്മെൻറ്റ് ഓഫ് വർക്ക് എങ്ങനെയായിരിക്കും മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഫസ്റ്റ് മെഷീനിൽ നിന്ന് സെക്കൻഡ് മെഷീനിലേക്ക് എങ്ങനെ പോകുന്നു, ദെൻ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് എങ്ങോട്ടാണ് പോകുന്നത്, എത്ര എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യണം, എങ്ങനെയായിരിക്കും പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നതായിരിക്കും പ്രോസസ് ഫ്ലോ ഡയഗ്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് ഡയഗ്രംസ് ക്യാൻ ബി യൂസ് ടു അനലൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് പ്ലാന്റ് ആക്ടിവിറ്റീസ്, ദ ലൊക്കേഷൻ ഓഫ് സ്പെസിഫിക് മെഷീൻസ് ആൻഡ് ദ അലോക്കേഷൻ ഓഫ് സ്പേസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോസസ് ഫ്ലോ ഡയഗ്രത്തിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് പ്ലാന്റ് അറേഞ്ച് ചെയ്യണം, എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് പ്ലാന്റ് അറേഞ്ച് ചെയ്യേണ്ടത്, ഓരോ മെഷീൻസിൻ്റെയും ലൊക്കേഷൻസ് എവിടെയായിരിക്കണം, ഓരോന്നിനും എത്ര സ്പേസാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഓർ പ്രോസസ് ഫ്ലോ ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് പറയും. ഇറ്റ് ഷോസ് how a more logical arrangements and economical flow of work can be devised. The next one, machine data cards. It provides necessary information for layout of the equipments. മെഷീൻ ഡാറ്റ കാർഡ്സിൽ നമ്മളുടെ ലേഔട്ട് പ്ലാന്റ് ലേഔട്ട് അല്ലെങ്കിൽ മെഷീൻസിൻ്റെ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദീസ് കാർഡ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഈച്ച് മെഷീൻ ഷോയിങ് ഇറ്റ്സ് കപ്പാസിറ്റി, സ്പേസസ്, പവർ റിക്വയർമെൻറ്റ്സ്, ഹാൻഡ്ലിംഗ് നീഡ്സ് ആൻഡ് കറസ്പോണ്ടിങ് ഡയമെൻഷൻസ്. അപ്പോൾ മെഷീൻ ഡാറ്റ കാർഡിൽ മെയിനായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഓരോ മെഷീൻസിൻ്റെയും കപ്പാസിറ്റി എത്രയാണ്, എത്ര സ്പേസ് ആ ഒരു മെഷീൻസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും, മീൻസ് ഫ്ലോർ സ്പേസ് എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എത്ര പവർ റിക്വയർമെൻറ്റ്സ് 1 hour അല്ലെങ്കിൽ 1 day വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം പവർ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ എന്തെല്ലാമാണ് ഹാൻഡിൽ നീണ്ടായിട്ടിരിക്കുക, എത്ര മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യും, എത്ര എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും മെഷീൻസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ഓരോ മെഷീൻസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തിരിക്കുന്നതാണ് മെഷീൻ ഡാറ്റ കാർഡ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഡയമെൻഷണൽ ടെംപ്ലേറ്റ്സ്. ടെംപ്ലേറ്റ് ഈസ് ദ ഡ്രോയിങ് ഓഫ് എ മെഷീൻ ഓർ ടൂൾ കട്ട് ഔട്ട് ഫ്രം ദ ഷീറ്റ് ഓഫ് എ പേപ്പർ. ടെംപ്ലേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു മെഷീൻസിൻ്റെ ക്ലിയർ പിക്ചർ നമ്മൾ ഡ്രോയിങ്സ് മീൻസ് അല്ലെങ്കിൽ വരയ്ക്കുന്നതായിരിക്കും ഡയമെൻഷണൽ ടെംപ്ലേറ്റ്സിൽ ടെംപ്ലേറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീൻസ് നമ്മളൊരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മെഷീൻസ് ഉണ്ടായിരിക്കുക, എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയായിരിക്കണം ആ ഒരു മെഷീൻസ് വർക്ക് ചെയ്യേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാം ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. ദ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദ മെഷീൻ ഈസ് ഷോൺ ബൈ കട്ടിംഗ് ടു സ്കെയിൽ ദ പ്ലാൻ ലേഔട്ട് എൻജിനീയർ പ്രിപ്പയർസ് എ ഫ്ലോർ പ്ലാൻ ഓൺ ദ ബേസിസ് ഓഫ് റിലവൻറ്റ് ഇൻഫർമേഷൻ മെയ്ഡ് അവൈലബിൾ ടു ഹിം. അതുകൊണ്ട് തന്നെ ഡയമെൻഷണൽ ടെംപ്ലേറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ മെഷീൻസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണോ അവൈലബിൾ ആയിരിക്കുന്നത് ആ ഒരു ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ട് എല്ലാം നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിരിക്കും. ദെൻ സ്കെയിൽ മോഡൽസ്. ദീസ് മോഡൽസ് ആർ സ്മോൾ ഇമിറ്റേഷൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. സ്കെയിൽ മോഡൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒറിജിനൽ മെഷീൻ്റെ ചെറിയ ഇമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്കെയിൽ മോഡൽസ്. ഇറ്റ് ഈസ് എ 3-dimensional മോഡൽ. ഇറ്റ് ഷോസ് സ്മോൾ വേർഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. സ്കെയിൽ മോഡലിൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ചെറിയൊരു വേർഷൻസ് ആയിട്ടായിരിക്കും കാണിക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർഡ്ബോർഡുകൾ സാധാരണയായിട്ട് സ്കെയിൽ മോഡൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡുകൾ, വുഡ് ആൻഡ് പ്ലാസ്റ്റിക്സ് ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കോംപ്ലക്സ് ആയിരിക്കുന്ന മെഷീൻസ് നമ്മളുടെ ബിസിനസ് യൂണിറ്റിലെ ഫർദർ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പ്ലാനിങ് ഓഫ് പ്ലാന്റ് ലേഔട്ട്സ് ആൻഡ് വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് പ്ലാന്റ് ലേഔട്ട്. താങ്ക് യു.